പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും എല്ലാ ദിവസവും പത്രങ്ങൾ വായിക്കുന്നവരാണല്ലോ. പ്രാദേശികം, ദേശീയം, അന്തർദേശീയം, കായികം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് നാം വായിക്കാറുള്ളത്. ഓരോ ദിവസവും ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ പല വാർത്തകളും നമുക്ക് സന്തോഷം നൽകും, എന്നാൽ മറ്റു പല വാർത്തകളും നമ്മെ സങ്കടത്തിലാക്കും. ഇത്തരത്തിൽ പത്രം വായിച്ച് ഏറെ നിരാശയോടെ ഇരിക്കുന്ന, ആലോചിച്ചിരിക്കുന്ന ജമാലിൻ്റെ ഒരു സീനോട് കൂടിയാണ്, ഒരു വിഷ്വലോട് കൂടിയാണ് 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. ജോ ബോയേഗ വോ കാട്ടേഗ. ജോ ബോയേഗ വോ കാട്ടേഗ എന്നതാണ് 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിൻ്റെ പേര്. എന്താ വായിക്കുക? മേരെ സാത്ത് പഠിയേ. ജോ ബോയേഗ വോ കാട്ടേഗ. വിതക്കുന്നവന് കൊയ്യാം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വിതക്കുന്നവന് കൊയ്യാം. പാഠം നമുക്ക് നോക്കാം. മേരെ സാത്ത് പഠിയേ, എൻ്റെ കൂടെ വായിക്കൂ. ഏ ഖുദാ ക്യാ കരൂ. ഏ ഖുദാ ക്യാ കരൂ. ജിന്ദഗി कैसे गुजारूं. ജിന്ദഗി कैसे गुजारूं. अखबार पढ़ते हुए ജമാൽ സോച്ചനെ ലഗ. ഓക്കെ, മനസ്സിലായല്ലോ. ഏ ഖുദാ, ദൈവമേ, ക്യാ കരൂ, ഞാനിനി എന്താ ചെയ്യുക. ജിന്ദഗി കൈസെ ഗുസാരും, ജീവിതം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക. അഖ്ബാർ പഠ്തേ ഹുയെ ജമാൽ സോച്ചനെ ലഗ. അഖ്ബാർ പത്രം വായിച്ചുകൊണ്ട് ജമാൽ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഇത്തിനെ മേ ഉസ്കാ ജഗരി ദോസ്ത് ജോസഫ് ആകയ. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ജോസഫ് അവിടേക്ക് വന്നത്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. ജമാൽ പഠിയേ, മേരെ സാത്ത് പഠിയേ. ജമാൽ देखिए जोसेफ, फिर से लारी बंद शुरू हुआ है, अब क्या करे. जोसेफ, पेट्रोल और डीजल के दाम और बढ़ रहे हैं. जमाल, हाँ हाँ, साथ ही ज़रूरी चीज़ों के दाम भी बढ़ जाएंगे. ഓക്കെ, ഇനി വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കേട്ട് കൂടെ വായിക്കണം കേട്ടോ. ജമാൽ പറയാണ്, ദേഖിയെ ജോസഫ്, നോക്കൂ ജോസഫ്. ഫിർസെ ലോറി ബന്ദ് ശുരു ഹുവാ ഹെ, വീണ്ടും ലോറി ബന്ദ് തുടങ്ങിയിട്ടുണ്ട്, ലോറി സമരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാ കരേ, ഇനി നമ്മൾ എന്താ ചെയ്യുക. അപ്പോൾ ജോസഫ് പറഞ്ഞു, പെട്രോൾ ഓർ ഡീസൽ കെ ദാം ഓർ ബഡ് രഹേ ഹൈ. അർത്ഥം മനസ്സിലായല്ലോ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ദാം എന്ന് പറഞ്ഞാൽ വില, ഓർ ബഡ് രഹേ ഹെ, വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ജമാൽ പറഞ്ഞു, ഹാ ഹാ, അതെ അതെ, സാത്ത് ഹി, കൂടെ തന്നെ ജരൂരി ചീസോं के दाम भी बढ़ जाएंगे. ജരൂരി ചീസ് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളുടെ വിലയും ഇതോടൊപ്പം ഇനി കൂടും, വർദ്ധിക്കും എന്ന് പറയാണ്. ബാക്കി നോക്കൂ. ജോസഫ്, ആപ്നെ സഹീഹ് കഹാ, ആപ്നെ സഹീഹ് കഹാ, ലാറി ബന്ദ് जारी रहा तो अनाज और तरकारियाँ कैसे मिलेंगे. जमाल, कब तक हम दूसरी रियासतों का सहारा लेंगे. आजकल हम तरकारियाँ कम उगाते हैं. तरकारियाँ कम उगाते हैं. जोसेफ, जमाल, अब तो किसी को
खेती का शौक़ ही नहीं, शौक़ ही नहीं रहा। अगर हम तैयार है तो ये कोई बड़ी बात नहीं है, बड़ी बात नहीं. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ടൊന്ന് നോക്കണം. ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് സ്വന്തമായിട്ട് വായിച്ചു നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ വോയിസ് വീണ്ടും ഒന്ന് കേട്ടിട്ട് കൂടെ വായിച്ച് നോക്കുക. അപ്പോൾ ശരിയാവും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ജോസഫ് പറയാണ്, ആപ്നെ സഹീഹ് കഹ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സഹീഹ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ് അർത്ഥം. നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ലാറി ബന്ദ് ജാരി രഹാത്തോ, ലോറി ബന്ദ് തുടർന്നു പോവുകയാണെങ്കിൽ, ലാറി ബന്ദ് ലോറി സമരം തുടരുകയാണെങ്കിൽ, ജാരി രഹാത്തോ തുടരുകയാണെങ്കിൽ, അനാജ് ഔർ തർക്കാരിയാ കേസെ മിലേഗെ, അനാജും തർക്കാരികളും, അനാജ് പറഞ്ഞാൽ ധാന്യങ്ങൾ, തർക്കാരിയാന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, കൈസെ മിലേഗെ എങ്ങനെയാണ് ലഭിക്കുക. ജമാൽ പറയാണ്, കബ് തക്ക് ഹം ദൂസരി റിയാസത്തോं का സഹാര ലേഗെ, ഏതുവരെയാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക, ഏതുവരെയാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക. സഹാറ എന്ന് പറഞ്ഞാൽ ആശ്രയം, റിയാസത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം, ദൂസരി റിയാസത്ത് മറ്റു സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പോലെ, ആന്ധ്രാപ്രദേശ് പോലെ, ഗുജറാത്ത് പോലെ, കർണാടക പോലെ അങ്ങനെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ധാരാളം ധാന്യങ്ങൾ, പച്ചക്കറികൾ ഇവയൊക്കെ വരുന്നത്. ഏതുവരെയാണ് നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുക. ആജ് കൽ, ഇന്ന്, ഹം തർക്കാരിയാം കം ഉഗാത്തേ ഹൈ, ഇന്ന് നമ്മൾ തർക്കാരികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ജോസഫ് പറയാണ്, ജമാൽ, ജമാലേ, എന്താ കാരണം? അബ് തോ കിസിക്കോ ഖേത്തി കാ ഷൗഖ് ഹി നഹി രഹ, ഇന്ന് പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇന്ന് ആർക്കും തന്നെ ഖേത്തിയുമായി ബന്ധപ്പെട്ട്, ഖേത്തി പറഞ്ഞാൽ കൃഷിയോട്, ഷൗഖ് ഹി നഹി രഹ തീരെ താല്പര്യമില്ല. ഷൗഖ് എന്ന് പറഞ്ഞാൽ താല്പര്യം, ഖേത്തി എന്ന് പറഞ്ഞാൽ കൃഷി. ഇന്ന് കൃഷിയോട് ആർക്കും തന്നെ താല്പര്യമില്ല. അഗർ ഹം തയ്യാർ ഹൈ തോ, നമ്മളെല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ, അഗർ ഹം തയ്യാർ ഹൈ തോ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, ഏ കോയി ബഡി ബാത്ത് നഹി, ഇത് വലിയ കാര്യമൊന്നുമല്ല, നമുക്കിവിടെ തന്നെ ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാം, അനാജ് ഉണ്ടാക്കാം എന്ന് പറയാണ്. പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും ഈ പാഠം നന്നായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കണം. സ്വന്തമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിലുള്ള പദങ്ങളൊക്കെ മനസ്സിലാകുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നുള്ളത് പരിശോധിക്കുക. ഇന്ന് നമുക്ക് ഇതിലെ ആദ്യത്തെ ഒരു പ്രവർത്തനം ഒന്ന് പരിശോധിക്കാം. ബച്ചോ, जोसेफ कहता है कि अब किसी को खेती बाड़ी का शौक़ ही नहीं रहा, अगर हम तैयार है तो ये कोई ബഡി ബാത്ത് നഹി. ഇത് അവസാനം പറഞ്ഞതാണ്, ജോസഫ് പറഞ്ഞതാണ്. കേത്തിബാടിയോട് ഇന്ന് ആർക്കും തന്നെ ഷൗക്കില്ല, താല്പര്യമില്ല. നമ്മളെല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്പർ അപ്നെ ഖയാലാത്ത് പേഷ് കീജിയെ, ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ ചിന്തകൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു അഭിപ്രായം നമ്മളോട് ചോദിച്ചാൽ, നമ്മളോട് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടാൽ ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം പറയുക. ഏ ബിൽക്കുൽ സഹി ഹേ എന്ന് പറയാം. ഏ ബിൽക്കുൽ സഹി ഹേ, ഇത് തീർച്ചയായിട്ടും ശരിയാണ്. അല്ലെങ്കിൽ സഹീഹ് എന്നുള്ളതിന് പകരം ടീക്ക് എന്ന് പറയാം. ഏ ബിൽക്കുൽ ടീക്ക് ഹേ, നിങ്ങൾ പറഞ്ഞത് തീർച്ചും ശരിയാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതോടുകൂടി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമാക്കണം. എന്താണ് വ്യക്തമാക്കുന്നത്? ആജ്കൽ ഖേത്തി ബാടി കർണേ വാല ബഹുത്ത് കം ഹെ, അല്ലെങ്കിൽ ആജ് ബഹുത്ത് കം ലോഗ് ഖേത്തി ബാടി കർത്തേ ഹെ. അല്ലേ? കേരളത്തിൽ, മറ്റ് കേരളത്തിൻ്റെ
ഹം ദൂസരെ റിയാസത്തോं കാ സഹാറ ലേത്തെ ഹെ, നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. യഹാം ബഹുത് കം തർക്കാരിയാം ഓർ അനാജ് ഉഗാത്തെ ഹെ, വളരെ കുറച്ച് മാത്രമേ ഇവിടെ പച്ചക്കറികളും അതുപോലെ ധാന്യങ്ങളുമെല്ലാം ഉണ്ടാക്കാറുള്ളൂ അല്ലേ. ലോഗോं കോ ദിൽചസ്പി നഹി ഹെ, ആളുകൾക്ക് തീരെ താല്പര്യമില്ല. അഗർ ഹം തയ്യാർ ഹേ തോ, നമ്മളെല്ലാവരും യഹാ ഖേത്തി ബാടി കർനെ കെ ലിയെ തയ്യാർ ഹേ തോ, ഖേത്തി ബാടി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഹമാരേ ലിയെ അനാജ് ഔർ തർക്കാരിയാം, നമുക്ക് വേണ്ടിയുള്ള അനാജുകളും തർക്കാരികളും ഖുദ് യഹീ ഉഗാ സക്തേ ഹെ അല്ലേ, ഖുദ് യഹീ ഉഗാ സക്തേ ഹെ, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒന്നാമത്തെ പ്രവർത്തനം. മറ്റു പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഖുദ